കുടുംബത്തിൻ്റെ ഇടയിലും ഒരു മനുഷ്യന് കിട്ടേണ്ട, ഒരു കുട്ടിക്ക് കിട്ടേണ്ട വൈകാരികമായ സ്നേഹം, ലാളന, ഇതൊക്കെ എനിക്ക് അപൂർവമായി കിട്ടിയിട്ടുള്ളൂ. സത്യമാണ് ഞാൻ പറയുന്നത്. കുടുംബത്തിൻ്റെ ഇടയിൽ തന്നെ കുട്ടികൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പോരെ അവരൊക്കെ എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ എനിക്കിതൊന്നും പറയാൻ തോന്നിയിട്ടില്ല. കാരണം ഒരു വൈകാരികമായ ഒരു അകൽച്ച ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. എൻ്റെ വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ വളരെ ദരിദ്രമായിരുന്നു, വളരെ ദരിദ്രം. ഒരു ടോയ്ലറ്റ് പോലുമില്ല, ഒരു കറണ്ട് പോലുമില്ല. ഈ സമയത്ത് എൻ്റെ അയൽവാസികൾക്കൊക്കെ ഇതുണ്ട്, എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട് ടോയ്ലറ്റ്. അപ്പോൾ ടോയ്ലറ്റ് ഇല്ലാത്തത് ഒരു മോശമായിട്ടാണ് അന്നും കണ്ടിരുന്നത് ആ സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് മടിയുണ്ടായിരുന്നു, എനിക്കൊരു അപകർഷത ബോധമുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങൾ വളരെ ദരിദ്രമായതുകൊണ്ട് എന്തുകൊണ്ടോ എന്നറിയില്ല, കുടുംബക്കാരും ഒരു ഒരു കൂടുതൽ പരിഗണന തന്നിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കുടുംബവുമായി നല്ല സ്നേഹബന്ധത്തിലും നല്ല ഐക്യത്തിലും പോകുന്നുണ്ടെങ്കിലും കുടുംബത്തിൻ്റെ ഇടയിലും ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു വൈകാരികമായ സ്നേഹമോ ലാളനയോ കിട്ടിയിട്ടില്ല, കുറവായിരുന്നു. അപൂർവം ചില ആളുകൾ തന്നിട്ടുണ്ടാകും. അതുപോലെ സ്കൂളിലും പല താല്പര്യമില്ലാത്ത വിഷയം കാരണം പല വിഷയത്തിലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കണക്കിലും കെമിസ്ട്രിയിലും ഇങ്ങനെയുള്ള താല്പര്യമില്ലാത്ത വിഷയത്തിലുള്ള അധ്യാപകരൊക്കെ മണ്ടരാണെന്നും ആളുകളുടെ മുമ്പിൽ വെച്ച് മുഖത്തടിച്ച അധ്യാപകർ വരെയുണ്ട്. ഒരു കുട്ടിക്ക് വേണ്ട വളരെ പ്രധാനമാണ് അഭിമാനം എന്നുള്ളത്. മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് മുഖത്തടിക്കുന്നത് നിയമവിരുദ്ധമാണ്. പോട്ടെ, പണ്ടത്തെ ഒരു 10-20 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറ്റപ്പെടുത്തുകളും വിമർശനവും കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്തൊരു അപകർഷത ബോധമുള്ള ഒരു വ്യക്തിയായി മാറി.